ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, ആരായിരിക്കും? ആരാ? എന്ത് വേണം? പിച്ചക്കാരനാണോ? ഇവിടെ ആരും ഇല്ല. ഭിക്ഷ തരാനേ എന്റെ കയ്യിൽ ഒന്നും ഇല്ല. പൊക്കോ പൊക്കോ. ഓരോ പൊട്ടന്മാര് വന്നിട്ടുണ്ട്. ഇവര് പോയില്ലേ? ഇതുവരെ പോയില്ലല്ലേ? തല്ലുകൊണ്ടല്ലേ പോളല്ലേ? അയ്യോ, എടോ നിക്കവിടെ. എടാ നിക്കവിടെ, നിക്കവിടെ. വീട് അതിക്രമിച്ച് കയറി കക്കാൻ വരുന്നോ? നടക്കില്ലട പിച്ചക്കാരാ. നിന്നെ ഞാൻ എടാ നിന്നെ ഞാൻ അവിടെ നിക്കണം. ആളെത്താൻ സമയം വീട്ടിൽ കയറുന്നു. കള്ള നിക്കടാ, നിക്ക്. അയ്യോ അയ്യോ, എടാ നിക്കവിടെ, എടാ നിക്കടാ. എടാ കള്ള, നിന്നെ ഇപ്പൊ ഞാൻ നോക്കൂ. എടാ ചൂരിന്ന് വിടറാ, ചൂരിന്ന് വിടറാ, വിടറാ. എടാ വിടറാ, വിടറാ. മോളെ, എന്താ ഇത്? മീനാക്ഷി, അമ്മേ, ഈ നിൽക്കുന്ന ആള് വെറും പെരും കള്ളനാ. എന്നെ തല്ലി വീഴ്ത്തി വീട്ടിൽ കയറി മോഷ്ടിക്കാനായിരുന്നു ഇവന്റെ പ്ലാൻ. പോലീസിനെ വിളിക്കാമേ. പട്ടാപ്പകല് മോഷ്ടിക്ക് ഇറങ്ങിയിരിക്കുക. മോളെ, ഇവൻ എന്റെ വിനുമോനാ, അല്ലാതെ കള്ളനൊന്നുമല്ല. വിനുമോനാ? അതെ, ഞാൻ പ്രസവിക്കാത്ത എന്റെ മോളല്ലേ നീ? അതുപോലെ ഞാൻ പ്രസവിക്കാത്ത എന്റെ മോനാ വിനു. ഞങ്ങളുടെ കുടുംബാംഗം. അവനവന്റെ അമ്മയെ കാണാൻ വന്നതാ. അവനെ ഉപദ്രവിക്കല്ലേ. ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു. സുചിത്ര തന്നയച്ചതാണോ? ഇത് മീനാക്ഷി, എന്റെ മോളാ. ഇത് സുചിത്ര മോള് തന്നയച്ചതല്ലേ? സന്തോഷായി മോനെ. വാ വാ.
വ്രതങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ടാവുമല്ലേ? ഇന്നത്തെ കാലത്ത് ഇത്രയും കഠിനമായ വ്രതമൊന്നും ആരും എടുക്കാറില്ല. പലരും വേദന സഹിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാറാ പതിവ്. മോളുടെ ഈ മനസ്സ് മതി ഇഷ്ടഫലസിദ്ധിക്ക്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. ഈശ്വരാ. തളർന്നു അല്ലേ? എന്റെ കയ്യിൽ പിടിച്ചോ. വേണ്ട, ഇതങ്ങ് മാറിക്കോളും. എന്റെ മൃത്യുദോഷം മാറുന്നതിനു വേണ്ടി ഇത്രയും കഠിന വ്രതമെടുക്കുന്ന നീ എന്തിനാ എന്നെ ഒഴിവാക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ജഗന് മറ്റെന്തും. ചന്തു ഇപ്പൊ അവിടെ എന്ത് ചെയ്യുകയാവും? എന്നെ കാണാതെ പാവം ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കാൻ ചന്ദ്രനോളം പോന്ന ഒരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടാവില്ല. ചന്ദ്രുവായിരിക്കും. ഇതേതോ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ സാർ, ഞാൻ ബൈജു ആണ്, ഇൻഷുറൻസ് ഏജന്റ്. ആ, പുതിയ പോളിസിക്കാണെങ്കിൽ ഇപ്പൊ നടക്കില്ല ബൈജു. സാർ, ഞാൻ പുതിയ പോളിസിക്കല്ല വിളിച്ചത്. ഇരുപത് കൊല്ലം മുമ്പ് എടുത്ത പോളിസി ഈ 14-ാം തീയതി മെച്ചൂർ ആവും. പോളിസി ഈ 14-നാണോ മെച്ചറാവുന്നത്? അതെ സാർ. പറഞ്ഞത് നന്നായി, ഞാൻ അറിഞ്ഞില്ല. ഡോക്യുമെന്റ്സ് ഒക്കെ സാർ എടുത്തു വെച്ചോ. 5 ലക്ഷം രൂപ ഈ വ്യാഴാഴ്ച തന്നെ കയ്യിൽ വാങ്ങാം. 5 ലക്ഷം രൂപ വ്യാഴാഴ്ച കിട്ടുമെന്നോ? 5 ലക്ഷം രൂപ? ഇത്രയും കാലം ആ പോളിസി മുടങ്ങാതെ അടയ്ക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോ 5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്നറിഞ്ഞപ്പോ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഉണ്ട്.